ചാകര തേടി ആഴക്കടലിലേക്ക് പോകാനിരുന്ന ബോട്ടുകൾക്ക് നിരാശ. ഹാർബറുകളിൽ ആരവ് നിലച്ചു. പ്രതികൂല കാലാവസ്ഥയും ശക്തമായ കടൽ കയറ്റവുമാണ് മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത്. മഴ ശക്തമായി പെയ്തതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു മത്സ്യബന്ധന തൊഴിലാളികൾ. എന്നാൽ രാക്ഷസ താണ്ഡവമാടുന്ന തിരമാലകളും കാറ്റും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു. സാധാരണഗതിയിൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ കടലിലേക്ക് പോകുന്ന ബോട്ടുകൾ നിറയെ മത്സ്യങ്ങളുമായാണ് തിരികെ എത്തുക. ഇത്തവണയാകട്ടെ മത്സ്യബന്ധനത്തിന് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തും സഹിച്ച് കടലിൽ ഇറങ്ങിയ ചില ബോട്ടുകളാകട്ടെ തിരികെ തങ്കശ്ശേരി ഹാർബറുകളിൽ തിരിച്ചു കയറി. ഏതാനും ചില ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും ശനിയാഴ്ച വൈകിട്ട് പുറപ്പെട്ടു. നീണ്ടകര അഴിമുഖം കടക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ശക്തമായ തിരയും കാറ്റും ഈ ഭാഗങ്ങളിൽ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരും ലേലക്കാരും ബോട്ടുകൾ വന്നെടുക്കുന്ന ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളിൽ ആളനക്കമില്ലാത്ത സ്ഥിതിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ബോട്ടുകളിൽ കഴിയുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ തന്നെ ബോട്ടുകൾ കടലിൽ പോകാൻ സജ്ജമായിരുന്നു. ആവശ്യത്തിന് വേണ്ട ഡീസൽ, ഐസ്, ആഹാര സാധനങ്ങൾ ഇവയെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ മാറ്റം സകലതും തകിടം മറിച്ചു. ശക്തികുളങ്ങര, നീണ്ടകര, ബേപ്പൂർ, കൊയിലാണ്ടി, ചോമ്പാല തുടങ്ങിയവയാണ് പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങൾ. മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനത്തിനും മത്സ്യക്കുഞ്ഞുങ്ങളുടെ സ്വതന്ത്രമായ വളർച്ചയ്ക്കും കടലിനടിത്തട്ടിലെ കടൽപ്പുറ്റുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സസ്യങ്ങളുടെയും ചെറുജീവജാലങ്ങളുടെയും സുഗമമായ വളർച്ചയെ ത്വരിതപ്പെടുത്തി കടൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 1987 സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പാക്കി തുടങ്ങിയത്. കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് മത്സ്യത്തൊഴിലാളികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എങ്കിലും വൈകാതെ തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നു. കുറഞ്ഞ ബോട്ടേ പോകുള്ളൂ. പോയ ബോട്ടെല്ലാം കൊല്ലത്ത് കയറി കിടക്കുക. കടൽ ഭയങ്കര കടൽ കാറ്റ്, അതുകൊണ്ട് ബോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ആ വർഷത്തിൽ നല്ല ആദ്യമുള്ള സംഭവം ഇത്. ഹാർബർ നിരോധനം തുടങ്ങി ആദ്യമുള്ള സംഭവം ഇത്. ഒരു ബോട്ടും പോകാൻ പറ്റിയില്ല. 10-15 ബോട്ട് കയറിപ്പോയി. കയറിപ്പോയി പണിയെടുക്കാൻ പറ്റത്തില്ല. അത് ബോട്ടെല്ലാം കൊല്ലത്ത് കയറി കിടക്കുക. അത്രയും കടലാണോ? അത്രയും കടൽ, കടലും കാറ്റും. എന്നാൽ ആ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. രണ്ട് വീനസിൻ്റെ ഒരു ബോട്ടിൻ്റെ വീനസൊക്കെ മേളിൽ പോയി. അങ്ങനെ അവരെല്ലാം കൊല്ലത്ത് കയറി കിടക്കുക. ന്യൂസ് ബ്യൂറോ, കൊല്ലം.